എസ്പെഷ്യലി ഒരു പ്രൊഫഷണൽ മെൻറ്റർ ഉണ്ടാകുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. നല്ലൊരു മെൻറ്റർ ഉണ്ടെങ്കിൽ നമ്മളുടെ കരിയർ അതിപ്പോൾ ഏത് പ്രൊഫഷൻ എടുത്താലും, വെദർ യു ആർ ആൻ അഡ്വക്കേറ്റ് ഓർ എ ജേർണലിസ്റ്റ് ഓർ വിച്ചവർ പ്രൊഫഷൻ, നിങ്ങൾക്ക് നല്ലൊരു മെൻറ്റർ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ആ മെൻറ്ററാണ് നമ്മളുടെ കരിയർ ഷേപ്പ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ഒരു മെൻറ്ററെ കിട്ടുക എന്നുള്ളത് എല്ലാവർക്കും അങ്ങനെ ഒരു ഭാഗ്യം ലഭിക്കാറില്ല. എൻബ്രിഡ്ജിൻ്റെ ഒറിജിനൽ എന്ന് പറയുന്നത് ശരിക്കും HR ട്രെയിനിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അന്ന് എൻബ്രിഡ്ജ് ജനിച്ചിട്ടില്ല. അത് എൻബ്രിഡ്ജിൻ്റെ ഒരു പേരൻ്റ് സ്ഥാപനമുണ്ട്, വോക്കേഴ്സ് HR എന്ന പേരിൽ, വോക്കേഴ്സ് ഹ്യൂമൻ റിസോഴ്സസ്. കാരണം എത്രയൊക്കെ ആണെങ്കിലും ഒരു 100 വേക്കൻസീസ് വരുമ്പോൾ അതിനകത്ത് ഒരു 20-30% എങ്കിലും ഫ്രഷേഴ്സിനെ ആവശ്യമായിട്ട് വരും. അല്ലെങ്കിൽ ഫ്രഷേഴ്സും കൂടെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥയുണ്ട്. സാധാരണഗതിയിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസ് എന്നൊരു ടൈം വരാറുണ്ട്. ബട്ട് വി കോൾ ദം ട്രെയിനീസ്. ബിക്കോസ് അത് അവരുടെ ജോയിനിങ്ങിൽ തന്നെ അവരുടെ മൈൻഡ് സെറ്റ് മാറാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ ട്രെയിനി എന്നുള്ള ടൈം തന്നെ അവർ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഒരു ഡോറിലൂടെ കടന്ന് അടുത്ത ഡോറിലേക്ക് ഇറങ്ങുമ്പോഴേക്കും, അടുത്ത ഡോറിലൂടെ എക്സിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ആ ചേഞ്ച് അവിടെ സംഭവിച്ചിരിക്കണം. എനേബിളിംഗ് ദ ബ്രിഡ്ജിങ് എന്നുള്ളതാണ് എൻബ്രിഡ്ജ് എന്ന പേരിൻ്റെ എക്സ്പാൻഷൻ എന്ന് തന്നെ പറയുന്നത്. ആ ഒരു കണക്ഷൻ ഫ്രം അക്കാഡമിയ ടു ദി കോർപ്പറേറ്റ് ലൈഫ്, അതാണ് എൻബ്രിഡ്ജിൻ്റെ സ്ഥാപിത ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ, ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ, യു തിങ്ക് യു നീഡ് എ മെന്റർ? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ മൈ ബ്രാൻഡ് മൈ പ്രൈഡ് ഇസ് ഓൾ ഫോർ യു. കാരണം ഇന്ന് നമ്മൾ അങ്ങനെ ഒരു മെന്റർ ബ്രാൻഡിനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ആൻഡ് ദ ബ്രാൻഡ് ഇസ് എൻബ്രിഡ്ജ് ഇന്റർനാഷണൽ ട്രെയിനിങ്. ആൻഡ് അതിൻ്റെ ഓൾ ഇൻ ഓൾ അനീഷ് കെ അവര ആളെയാണ് വെൽക്കം ചെയ്യുന്നത്. ഹലോ, വെൽക്കം ടു മൈ ബ്രാൻഡ് മൈ പ്രൈഡ്. ഹായ്, താങ്ക് യു. ആക്ച്വലി നിങ്ങളെന്ന ബ്രാൻഡിൽ നിന്ന് ഞാൻ തുടങ്ങുകയാണ്. അതായത് ഫ്രം ആൻ എയർടെൽ സെയിൽസ് എക്സിക്യൂട്ടീവ് ടു ഒരു ഓൺട്രപ്രണർ, ഇങ്ങനെ ഒരു ബ്രാൻഡിൻ്റെ ഓണർ. ആ ജേർണി വളരെ ലൈറ്റായിട്ട് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ജേർണി ലൈക്ക് യു സെഡ്, എയർടെല്ലിൽ സ്റ്റാർട്ട് ചെയ്തു. ദെൻ അതിനുശേഷം ഐ മൂവ് ടു HDFC ബാങ്ക് ആൻഡ് അഗെയിൻ അവിടെയും ഐ സ്റ്റാർട്ടഡ് ആസ് ആൻ എക്സിക്യൂട്ടീവ്. ദെൻ by the time I resigned, I was a sales manager there. ആ ഒരു എക്സ്പീരിയൻസ്, അതായത് എയർടെല്ലിലും ദെൻ ബാങ്കിലും ഉള്ള രണ്ടും അസ്യൂനോ കോർപ്പറേറ്റുകളാണ്. സോ ആ ഒരു കോർപ്പറേറ്റ് എക്സ്പീരിയൻസ്, ആ ഒരു അവിടുന്ന് കിട്ടിയ ഒരു മെൻറ്ററിങ്, അവിടുന്ന് കിട്ടിയ ഒരു ഷേപ്പിങ്, ട്രെയിനിങ്, എക്സ്പോഷർ, ഇതെല്ലാമാണ് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് ഒരു മെൻറ്ററായി മാറാൻ ആയിട്ട് എന്നെ ശരിക്കും ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ആ ഒരു കോർപ്പറേറ്റ് എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിലവിൽ എൻബ്രിഡ്ജ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ജനനത്തിന് പിന്നിലുള്ള റീസൺ എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും നമ്മൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യാറുണ്ട്. മിക്കവാറും എല്ലാവരും ബേസിക് ആയിട്ടൊരു സെയിൽസിലൊക്കെ ആയിരിക്കും തുടങ്ങുക. നമ്മൾ ഇതുപോലെ ഒരുപാട് എക്സ്പീരിയൻസ് പോകും. പക്ഷെ നോബഡി തിങ്സ് അബൌട്ട് ഇങ്ങനെ, അതായത് ഒരു മെൻറ്റർ ആവാം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹെൽപ്പ് കൊടുക്കാമെന്ന്. ആ തോട്ടിന് പിന്നിലൊരു ഇൻസ്പിറേഷൻ വേണമല്ലോ. വാട്ട് മെയ്ഡ് യു തിങ്ക് ദാറ്റ്? അത് ഞാനെപ്പോഴും ജീവിതത്തിൽ വിശ്വസിക്കുന്ന ഒരു പൊളിച്ചുണ്ട്. നമ്മളെല്ലാവരും തന്നെ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും പൊതുവെ ജനം പൊളിറ്റീഷ്യൻസിനെ കുറ്റം പറയാറുണ്ട്. അവർ അഴിമതിക്കാരാണ്, കള്ളന്മാരാണ്, അങ്ങനെ പലതും പറയാറുണ്ട്. പക്ഷെ നമ്മളാരും തന്നെ എന്നാൽ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയിട്ട് അവരെന്താണോ തെറ്റായിട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സൊസൈറ്റി എന്താണോ ആവശ്യപ്പെടുന്നത്, അത് നമ്മളായിട്ട് ചെയ്തേക്കാം, നമ്മൾ മോഡലായി മാറാമെന്ന് ചിന്തിക്കാറില്ല. അതിന് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ആ പെയിൻ എടുക്കാൻ തയ്യാറല്ല. വെറും എൻ്റെ കേസിൽ എൻ്റെ മുമ്പിൽ പലപ്പോഴായിട്ട് ഇൻ്റർവ്യൂവിന് വന്ന, അതായത് ഞാൻ ബാങ്കിലായിരിക്കുമ്പോഴൊക്കെ എൻ്റെ മുമ്പിൽ ഇൻ്റർവ്യൂവിന് വന്ന പല ആളുകളും, അവർ വളരെ കഴിവുള്ളവർ അല്ലെങ്കിൽ നല്ല ക്വാളിഫിക്കേഷൻ ഉള്ളവരൊക്കെ മുന്നിൽ വന്നപ്പോഴും അവരിൽ ആ പ്രസൻറ്റേഷൻ സ്കില്ലിൻ്റെ ഷോർട്ടേജ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ ഷോർട്ടേജ്, അതല്ലെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 7-8 പോയിൻറ്റ്സ് കറക്റ്റ് ആവുന്നവർ മേ ബി 1 or 2 പോയിൻറ്റ്സിൽ തട്ടിപ്പോകുന്നു. ഇനി അഥവാ നമ്മൾ അത് ക്ഷമിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ തന്നെ ഹയർ അതോറിറ്റീസിലേക്ക് ഇൻ്റർവ്യൂവിന് വിടുമ്പോൾ HR ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളുടെ ബോസുമാരുടെ അടുത്തു നിന്നോ റിജക്റ്റ് ചെയ്യപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ. അപ്പോൾ HDFC ബാങ്ക് പോലൊരു ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ HR എന്ന് പറയുമ്പോൾ അവർ ഇന്ത്യ ഒട്ടുക്കുള്ള ടാലൻറ്റ് കാണുന്നവരാണ്. അവർക്കിപ്പം കേരളത്തിലെ ഏതെങ്കിലും ഒരു ജില്ലയിൽ നിന്ന് വരുന്ന, ഇപ്പം ഫ്രം കോട്ടയം, സോ ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിരിക്കുന്നതും കോട്ടയം, കൊല്ലം ജില്ലകളിലാണ്. സോ കോട്ടയത്തു നിന്നോ കൊല്ലത്തു നിന്നോ ഒക്കെ വരുന്ന ഒരു സാധാരണക്കാരനായ ഒരു കാൻഡിഡേറ്റിനെ, അയാൾ ആ ജില്ലയിൽ നിന്നാണ് വരുന്നത്, അയാൾക്ക് അതിനുള്ള എക്സ്പോഷർ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ളവർക്ക് എക്സ്പോഷർ കുറവാണ്, അതുകൊണ്ട് അവരോട് അഡ്ജസ്റ്റ് ചെയ്യണം, നിലവാരം കുറഞ്ഞ, അതായത് ബാങ്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന നിലവാരം ഇല്ലാത്ത ഒരാളെ എടുക്കണം എന്ന്
ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് കാര്യമില്ല. ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊസിഷനിൽ വർക്ക് ചെയ്തിരുന്നവർ പറഞ്ഞിട്ട് കാര്യമില്ല. സോ അവർക്ക് ഒരു നിലവാരമുണ്ട്. അവർ ചിലപ്പോൾ ബാംഗ്ലൂരിലോ ഡൽഹിയിലോ മുംബൈ പോലുള്ള മെട്രോസിൽ നിന്നൊക്കെ വരുന്ന വളരെ ഡൈനാമിക് ആയിട്ടുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള സ്കിൽഫുൾ ആയിട്ടുള്ള നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള, അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനം, കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളുകളെ ഇൻ്റർവ്യൂ എടുക്കുന്ന HR-മാർക്ക്, കോർപ്പറേറ്റുകളിലെ HR-മാർക്ക് അതിൽ ആ നിലവാരമില്ലാത്ത ആളുകളെ കാണുമ്പോൾ അവർ റിജക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. മനസ്സിലായി. അതായത് സ്കില്ലുണ്ട്, പക്ഷെ അത് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു സ്കില്ലുണ്ടെന്ന് പറയുമ്പോഴും സ്കില്ലെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല, ടാലൻ്റ് ഉണ്ട്, അതാണ് അതിൻ്റെ കറക്റ്റ് വേർഡ്. ടാലൻ്റ് ഉണ്ട്, ക്വാളിഫിക്കേഷൻ ഉണ്ട്, പക്ഷേ സ്കില്ലില്ല, അല്ലെങ്കിൽ സ്കില്ല് കുറവ്, പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല, കോൺഫിഡൻസ് ഇല്ല. സോ ഈ പ്രോബ്ലംസ് വന്നപ്പോഴാണ് അതിനൊരു സൊല്യൂഷനായിട്ട് ഞങ്ങൾ HR ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻബ്രിഡ്ജിൻ്റെ ഒറിജിനൽ എന്ന് പറയുന്നത് ശരിക്കും HR ട്രെയിനിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അന്ന് എൻബ്രിഡ്ജ് ജനിച്ചിട്ടില്ല. അത് എൻബ്രിഡ്ജിൻ്റെ ഒരു പേരൻ്റ് സ്ഥാപനമുണ്ട്, വോക്കോസ് HR എന്ന പേരിൽ, വോക്കോസ് ഹ്യൂമൻ റിസോഴ്സസ്. അവിടെ നിന്നാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ടാലൻറ്റും ക്വാളിഫിക്കേഷൻസും ഒക്കെയുള്ള ആളുകളെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അവരെ ഗ്രൂം ചെയ്ത് അവരെ ഈ പറയുന്ന കോർപ്പറേറ്റുകൾക്ക് ഇൻ്റർവ്യൂ റെഡിയാക്കി അല്ലെങ്കിൽ പ്രസൻറ്റബിൾ ആക്കി ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ അന്നത്തെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഞങ്ങൾ വളരെ സക്സസ്ഫുള്ളായി. അതിൽ ഒരു ഷോർട്ട് ടൈം കൊണ്ട് തന്നെ ഞങ്ങൾ കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ അറിയപ്പെടുന്ന ഒരു HR ടീമായിട്ട് മാറി. പക്ഷേ ആ ഒരു സ്റ്റേജിലും സക്സസ്ഫുള്ളായി പോകുമ്പോഴും ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ഫ്രഷേഴ്സിൻ്റെ കേസിലായിരുന്നു. കാരണം എത്രയൊക്കെ ആണെങ്കിലും ഒരു 100 വേക്കൻസീസ് വരുമ്പോൾ അതിനകത്ത് ഒരു 20-30% എങ്കിലും ഫ്രഷേഴ്സിനെ ആവശ്യമായിട്ട് വരും. അല്ലെങ്കിൽ ഫ്രഷേഴ്സും കൂടെ ഉണ്ടെങ്കിലേ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥയുണ്ട്. സോ ആ ഫ്രഷേഴ്സിൻ്റെ കേസിൽ ഞങ്ങൾ തുടർച്ചയായിട്ട് ഫെയിലിയർ ആവാൻ തുടങ്ങി. കാരണം ഇവരെ ഞങ്ങൾക്ക് ഗ്രൂം ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് അവിടെ കിട്ടിക്കൊണ്ടിരുന്നത് 2 hours 3 hours ഞങ്ങൾ ഇവരെ റെഡിയാക്കിക്കൊണ്ടിരുന്നത്. അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളവരുടെ കേസിൽ ഇറ്റ് വാസ് ഓക്കെ. ബട്ട് ദെൻ ഫ്രഷേഴ്സിൻ്റെ കേസിൽ ഇറ്റ് വാസ് എക്സ്ട്രീംലി ഡിഫിക്കൾട്ട്. ഷിവർ ചെയ്യുന്ന ആളുകളെ ഇപ്പോഴും നമ്മളുടെ ഒരു 10 ഫ്രഷേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 6-7 പേരും അവരുടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സമയത്ത് ഇഫ് യു ഒബ്സർവ് ദം ക്ലോസ്ലി അവർ ഷിവർ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് കൈയാവാം, കാലാവാം. സോ അതിനൊരു ചേഞ്ച് വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ സമയം ആവശ്യമായിരുന്നു. ഈ 2-3 മണിക്കൂർ കൊണ്ട് നടക്കില്ല, ഒരിക്കലും സാധിക്കില്ലായിരുന്നു. അവിടെയാണ് എൻബ്രിഡ്ജ് എന്ന സ്ഥാപനം ഉത്ഭവിക്കുന്നത്, അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. സോ ഇൻ ദാറ്റ് കേസ് ഞങ്ങൾ ഇവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഫഷണൽ പ്രോഗ്രാം, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വൊക്കേഷണൽ ട്രെയിനിങ്, അത് എൻബ്രിഡ്ജ് ശരിക്കും ചെയ്യുന്നത് വൊക്കേഷണൽ ട്രെയിനിങ് ആണ്. സോ അവർക്ക് ആവശ്യമുള്ള കരിയർ എന്താണെന്നുള്ളത് ഉള്ളൊരു ഐഡിയ അവർക്ക് കൊടുത്തതിന് ശേഷം, എല്ലാവർക്കും എല്ലാ കരിയറും ഫിറ്റ് ആവണമെന്നില്ല. സോ അവർക്ക് ആവശ്യമുള്ള കരിയർ ഏതാണെന്നുള്ളത് ചോയ്സുകൾ കൊടുത്തിട്ട് അതിൽ നിന്ന് അവർ ചൂസ് ചെയ്യുന്നത് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ട് ഞങ്ങൾ 6 months അല്ലെങ്കിൽ 1 year നീളുന്ന പ്രോഗ്രാംസ് അവർക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തു. ആ പ്രോഗ്രാംസ് അവർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ, കാരണം എന്തായാലും ഒരു +2 ശേഷം അല്ലെങ്കിൽ ഗ്രാജുവേഷന് ശേഷം നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് പ്രോഗ്രാം ജോയിൻ ചെയ്യും. അപ്പോൾ ആ ട്രെയിനിങ്ങിൻ്റെ ഒപ്പം തന്നെ ഞങ്ങളുടെ ഇതായിട്ടുള്ള കരിക്കുലത്തിനെ ബേസ് ചെയ്തിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള കോൺഫിഡൻസ് ബിൽഡിങ്, ഇൻറ്ററാക്റ്റീവ് സ്കിൽസ്, പ്രസൻറ്റേഷൻ സ്കിൽസ്, ദെൻ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് തുടങ്ങി സോഫ്റ്റ് സ്കില്ല്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി സോഫ്റ്റ് സ്കില്ല്, ഇതെല്ലാം തന്നെ ഞങ്ങളുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ആ രീതിയിൽ ഞങ്ങളതിനെ ഡിസൈൻ ചെയ്തു. സോ അത് ഒരു ഇൻസ്റ്റൻറ്റ് ഹിറ്റായിട്ട് മാറി. ഇൻസ്റ്റൻറ്റ് ഹിറ്റായിട്ട് മാറാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ചിൽ നിന്നൊക്കെ ട്രെയിനീസ്, വി ഡോണ്ട് ഹാവ് സ്റ്റുഡൻസ് ആക്ച്വലി. സാധാരണ ഗതിയിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസ് എന്നൊരു ടൈം വരാറുണ്ട്. ബട്ട് വി കോൾ ദം ട്രെയിനീസ് ബിക്കോസ് അത് അവരുടെ ജോയിനിങ്ങിൽ തന്നെ അവരുടെ മൈൻഡ് സെറ്റ് മാറാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ ട്രെയിനി എന്നുള്ള ടേം തന്നെ അവർ ഉപയോഗിക്കുന്നത്. ബിക്കോസ് സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒരു +2 അല്ലെങ്കിൽ ഡിഗ്രിക്ക് ശേഷം വരുമ്പോൾ ആ ഒരു കണ്ടിന്യൂറ്റിയിലാണ്, മറ്റെന്തോ പഠിക്കാൻ വരുന്ന പോലെ. അബ്സല്യൂട്ട്ലി സ്പൂൺ ഫീഡിംഗ് എന്നുള്ള ടേം പലപ്പോഴും ഇവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ അങ്ങനെയില്ല. അങ്ങനെ ഇല്ല എന്ന് പറയാൻ കാരണം അത് കൊടുക്കാൻ മനസ്സിലാത്തതുകൊണ്ടല്ല, ബിക്കോസ് എംപ്ലോയേഴ്സിന് വേണ്ടത് അതല്ല. അപ്പോൾ എൻബ്രിഡ്ജ് ആണ് ആ ട്രാൻസിഷൻ പീരീഡ്. നിങ്ങൾ ഒരു ഡോറിലൂടെ കടന്ന് അടുത്ത ഡോറിലേക്ക് ഇറങ്ങുമ്പോഴേക്കും, അടുത്ത ഡോറിലൂടെ എക്സിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ആ ചേഞ്ച് അവിടെ സംഭവിച്ചിരിക്കണം. അതായത് ഒരു റിയൽ അഡൾട്ടിങ്ങിന് മുമ്പുള്ള ഒരു ബ്രിഡ്ജാണ് ശരിക്കും എൻബ്രിഡ്ജ്. അത് തന്നെയാണ് എൻബ്രിഡ്ജിന്റെ എനേബിളിംഗ് ദ ബ്രിഡ്ജിങ് എന്നുള്ളതാണ് എൻബ്രിഡ്ജ് എന്ന പേരിന്റെ എക്സ്പാൻഷൻ എന്ന് തന്നെ പറയുന്നത്. ആ ഒരു കണക്ഷൻ ഫ്രം അക്കാഡമിയ ടു ദി കോർപ്പറേറ്റ് ലൈഫ്, അതാണ് എൻബ്രിഡ്ജിന്റെ സ്ഥാപിത ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട്
ആ അറ്റ്മോസ്ഫിയർ അവർക്ക് അവിടെ കിട്ടേണ്ടത് ആവശ്യമാണ്. സോ ഞങ്ങളുടെ ഓഫീസ് ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ടൈം പോലും പബ്ലിക്കിന് മനസ്സിലാകാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇവർ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ അവരുടെ അടുത്ത് പറയുന്നത് ദിസ് ഇസ് യുവർ ഓഫീസ്, ദിസ് ഇസ് യുവർ ഫസ്റ്റ് ഓഫീസ്. ഇവിടെ നിങ്ങൾ സാലറി ഇല്ലാതെ ട്രെയിനിങ് എടുക്കുകയാണ് എന്നുള്ള മൈൻഡ് സെറ്റിൽ വേണം നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള, അതായത് ഒരു റിയൽ ജോബിൽ ചെല്ലുമ്പോൾ അവിടെ എന്തൊക്കെയാണ് ഉള്ളത്, അത് ആ രീതിയിലുള്ള എല്ലാ അറ്റ്മോസ്ഫിയറും ഞങ്ങളവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അത് അസൈൻമെൻറ്റുകളായിക്കോട്ടെ, പ്രസൻറ്റേഷൻസ് ആയിക്കോട്ടെ, സെമിനാറുകളായിക്കോട്ടെ, പ്രൊജക്റ്റ് വർക്കുകളായിക്കോട്ടെ, തുടങ്ങിയ എല്ലാ കാര്യങ്ങളും. ഈവൻ ടാർഗറ്റ്സ് ഉണ്ടാവും. ടാർഗറ്റ്സ് ഇറ്റ് ഡിപ്പെൻസ്. ഈ ടാർഗറ്റ് എന്ന് പറയുന്ന വാക്ക് ശരിക്കും ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാക്കാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ താങ്കൾക്ക് ടാർഗറ്റ് ഇല്ലേ, ഒരു സ്റ്റുഡൻറ്റിന് ടാർഗറ്റ് ഇല്ലേ, ഒരു ടീച്ചർക്ക് ടാർഗറ്റ് ഇല്ലേ. ഒരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മുമ്പിൽ കിട്ടുന്ന സ്റ്റുഡൻസിനെ ഏറ്റവും ഭംഗിയായി പഠിപ്പിച്ച് അത് ആ ടൈം ഫ്രെയിമിനകത്ത് പഠിപ്പിച്ച് അയാളെ നോളജ്ഫുള്ളാക്കി എക്സാമിന് റെഡിയാക്കി എക്സാമിൽ നല്ല മാർക്ക് നേടിക്കൊടുക്കുക എന്നുള്ളത് അത് അവരുടെ ടാർഗറ്റാണ്. നമ്മൾ ഓരോരുത്തരും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്. ഇന്നത്തെ വർക്കുകളെല്ലാം ഭംഗിയാക്കി തീർത്തിട്ട് വൈകുന്നേരം തിരിച്ച് ചെന്ന് ഫാമിലിയെ കാണണം എന്നുള്ളത് നമ്മുടെ ടാർഗറ്റാണ്. ആ ടാർഗറ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിൽ ചെല്ലുന്നത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ഡയറക്ഷനിൽ പോകേണ്ടത്. സോ വി കീപ്പ് ഓൺ റിമൈൻഡിങ് ദം അബൌട്ട് ദാറ്റ്. ഇതാണ് നിങ്ങളുടെ ടാർഗറ്റ്. 6 months ഇപ്പോൾ ഓണ സെലിബ്രേഷനൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ അവർക്ക് ഓണം വിഷു കൊടുക്കുമ്പോൾ എവറി ഇയർ ഞാൻ കൃത്യമായിട്ട് പറയാറുള്ളൊരു സംഗതിയുണ്ട്. അടുത്ത വർഷം ഈ സമയത്ത് നിങ്ങൾ ഏതെങ്കിലും നല്ല ഓഫീസുകൾ, ഏതെങ്കിലും നല്ല സ്ഥാപനങ്ങളിലെ കോർപ്പറേറ്റുകളിൽ ഇരുന്ന് വേണം ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ എന്നുള്ളത്. സോ ദാറ്റ് ഈസ് എ ടാർഗറ്റ് ഐ സെറ്റ് ബിഫോർ ദം. മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാനൊരു സ്റ്റുഡൻ്റ് ആണെന്ന് വെക്കൂ. ഐ ഹവ് കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ ആൻഡ് ഐ എം കമ്മിങ് ടു യു ഗൈസ്. എൻബ്രിഡ്ജിലേക്ക് വരികയാണ്. എന്താണ് അവിടെ സംഭവിക്കുക? ഓഫ് കോഴ്സ് വി സ്റ്റാർട്ടിങ് വിത്ത് കൗൺസിലിംഗ് ദം. കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ അടുത്ത് ജോയിൻ ചെയ്യാനല്ല ഞങ്ങൾ അവരെ കൗൺസിൽ ചെയ്യുന്നത്. അവർക്ക് ലക്ഷ്യമുണ്ടോ എന്നുള്ളത് ഞങ്ങൾ ആദ്യമേ മനസ്സിലാക്കി. അവരുടെ പ്ലാൻ അറിയാൻ, അവർക്ക് പ്ലാൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അവർക്ക് എയിം ഉണ്ടായാൽ മതി. ബിക്കോസ് എയിം ഇല്ലാത്ത ഒരാൾക്ക്, അതായത് ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റിന് ഫണ്ടിന് വേണ്ടി വരുന്ന ഒരാൾക്ക് പറ്റുന്ന സ്ഥലമല്ല എൻബ്രിഡ്ജ് എന്ന് പറയുന്നത്. ബിക്കോസ് അങ്ങനെ ഒരു ഇൻറ്റൻഷൻ, അതിൻ്റെ അർത്ഥം എൻബ്രിഡ്ജിൽ എൻ്റർടൈൻമെൻറ്റ് ഇല്ലെന്നോ ഫണ്ടില്ലെന്നോ അല്ല. എൻബ്രിഡ്ജിൽ അതുണ്ട്. ജസ്റ്റ് ലൈക്ക് യു ഹാവ് യുവർ ഓഫീസ് ട്രിപ്പ്. താങ്കൾ വർക്ക് ചെയ്യുന്നിടത്ത് താങ്കൾക്ക് ഓഫീസ് ട്രിപ്പ് ഉണ്ട്, നിങ്ങൾക്ക് അവിടെ ലഞ്ച് ഉണ്ടാവും, നിങ്ങൾക്ക് അവിടെ മറ്റു എൻ്റർടൈൻമെൻറ്റുകളും സെലിബ്രേഷൻസും ഒക്കെ ഉണ്ടാവും. ഇതെല്ലാം തന്നെ എൻബ്രിഡ്ജിലും ഉണ്ട്. പക്ഷേ അത് മാത്രമാണ് എക്സ്പെക്ട് ചെയ്യുന്നെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ദ പ്ലേസ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫൺ. എക്സാക്ട്ലി. സോ കരിയറിലാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഞങ്ങളുടെ എയിം എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ലോഗൻ എന്ന് പറയുന്നത് തന്നെ വി ക്രിയേറ്റ് ഫ്യൂച്ചർ മാനേജേഴ്സ് എന്നുള്ളതാണ്. സോ ആ മാനേജേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ലക്ഷ്യബോധമുള്ള ആൾക്ക് മാത്രമേ ഒരു മാനേജർ ആകാൻ പറ്റുള്ളൂ, ഒരു ലീഡർ ആകാൻ പറ്റുള്ളൂ. സോ വി ടോക്ക് ടു ദം. അവർക്കൊരു എയിം ഉണ്ടെന്നാണെങ്കിൽ ദെൻ വി പ്രൊവൈഡ് ദം ഓപ്ഷൻസ്. അതായത് ഏത് തരത്തിലുള്ള ഇൻഡസ്ട്രിയാണ് അവർക്ക് താല്പര്യം എന്നുള്ളത്. ബിക്കോസ് വി ഹാവ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ്, വി ഹാവ് ലോജിസ്റ്റിക്സ്, then we have business management, we have designing programs. So ഇതിലെല്ലാം തന്നെ മാനേജേഴ്സിനെ ആവശ്യമാണ്. സോ അവർക്ക് അതിനകത്ത് ഏതാണോ ഇൻട്രസ്റ്റ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അവരോട് തന്നെ ആവശ്യപ്പെടുന്നു. അപ്പോൾ ചിലർക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ വി ഗീവ് ദം ഡയറക്ഷൻസ്. അതായത് എന്താണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തായിരിക്കും ഫ്യൂച്ചർ എന്നുള്ളത്. മെയിൻലി ഞാനെപ്പോഴും പറയാറുണ്ട്, എൻബ്രിഡ്ജിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്നുള്ളത്. ബിക്കോസ് നിങ്ങൾ എന്ത് പഠിക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ട്രെയിനിങ് എടുക്കുന്നു എന്നുള്ളത് എൻബ്രിഡ്ജിനെ സംബന്ധിച്ച് സെക്കൻഡറി ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തായി തീരണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തായി തീരണം, എന്ത് പൊസിഷൻ വേണം, എത്ര പാക്കേജ്, മേ ബി ആഫ്റ്റർ 5 years അല്ലെങ്കിൽ 10 years നിങ്ങൾ എന്താണ് നിങ്ങളുടെ ലൈഫ് സ്റ്റാൻഡേർഡ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു കാർ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് ഏകദേശം എത്ര ബഡ്ജറ്റിൻ്റെ. കാരണം നിങ്ങൾ എത്ര ബഡ്ജറ്റിൻ്റെ കാറ് പ്ലാൻ ചെയ്യുന്നു എന്നതിനെ അനുസരിച്ച് നിങ്ങളുടെ വരുമാനം പാക്കേജ് അനുസരിച്ച് മാറുന്നു. സോ ആ ലൈഫിലേക്ക് എത്തണം. വൺസ് അവരുടെ ടാർഗറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് എത്തണമെങ്കിൽ അവർക്ക് ഏത് പ്രൊഫഷനാണ് ചേരുക എന്നും എത്ര സ്പീഡിൽ അവർ ഗ്രോ ചെയ്യണമെന്നുള്ളതും ഞങ്ങൾ അവരുടെ അടുത്ത് പറയും. സോ അതിനുശേഷം ദേ ക്യാൻ മേക്ക് ദെയർ ഡിസിഷൻ. ചില ആളുകൾ എബ്രോഡ് പോയി വർക്ക് ചെയ്യാനായിട്ട് തയ്യാറായിരിക്കാം, ചില ആളുകൾക്ക് ഇന്ത്യ വിട്ട് പോകാൻ താല്പര്യമില്ലായിരിക്കാം, വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം അവരൊട്ടും പെയിൻ എടുക്കാൻ തയ്യാറല്ലായിരിക്കും. അതിൻ്റെ സ്ഥാനത്ത് വേറെ ചില ട്രെയിനീസ് അവരെത്ര ഹാർഡ് വർക്ക് ചെയ്യാനും തയ്യാറാണ്. സോ എനിക്ക് രക്ഷപ്പെട്ടാൽ മതി എന്ന് പറയുന്ന ആളുകളുണ്ട്. സോ അത്രക്കാരെ കിട്ടുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും താല്പര്യം. സോ ദാറ്റ് അവരെ നമുക്ക് ഗ്രൂം ചെയ്യാം, മോൾഡ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. അവർ എഫർട്ട് ഇടാൻ തയ്യാറാണ്.
അവർ എഫർട്ട് ഇടാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് ഇന്ന ആളെ പോലെ ആവണം, അല്ലെങ്കിൽ ഇന്നത് നേടണം, എനിക്ക് എൻ്റെ പേരൻസിൻ്റെ നോക്കണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഫാമിലിയുടെ നോക്കണം എന്നൊക്കെ പറയുന്ന ഒരാളുടെ കേസിൽ ഇറ്റ്സ് എക്സ്ട്രീംലി ഈസി. ബിക്കോസ് അവർക്ക് നമ്മൾ വഴി കാണിച്ചു കൊടുത്താൽ മാത്രം മതി. ദേ ആർ മോർ ദാൻ ഹാപ്പി ടു വർക്ക്. ആബ്സല്യൂട്ട്ലി. അവർക്ക് ആ വഴി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ വഴിയെ എഫർട്ട് ഇടുകയും സോ ദാറ്റ് നമുക്ക് അവരെ ആഫ്റ്റർ 6 months or 1 year ഏത് പ്രോഗ്രാമാണ് അവർ ചൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരെ പ്ലേസ് ചെയ്യുക എന്നുള്ളതും ഞങ്ങളെ സംബന്ധിച്ച് വളരെ എളുപ്പമുള്ള ഒരു സംഗതിയാണ്. ഓക്കെ. അപ്പോൾ എന്തൊക്കെ പ്രോഗ്രാംസ് നമുക്കുള്ളത്? എത്ര കാലാവധിയുള്ള എന്തൊക്കെ പ്രോഗ്രാംസ്? ഞങ്ങൾക്ക് 1 year പ്രോഗ്രാംസ് ആണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. അത് 1 year ഫോക്കസ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എബ്രോഡൊക്കെ ഉള്ള ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് 1 year ആണ് അവരൊരു ഡിപ്ലോമ എന്ന് പറയുമ്പോൾ 1 year ആണ് അവർ മിനിമം കാണുന്ന ഒരു നിലവാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെപ്പോഴും ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്യുന്നത് 1 year പ്രോഗ്രാംസ് ആണ്. കാരണം എൻബ്രിഡ്ജിൻ്റെ ടൈപ്സ് എല്ലാം തന്നെ ഇൻ്റർനാഷണൽ ടൈപ്സ് ആണ്. അത് UK നിന്നുള്ള സർട്ടിഫിക്കേഷൻസ്, ജർമ്മനി, US അങ്ങനെയുള്ള സർട്ടിഫിക്കേഷൻസ് ആയതുകൊണ്ട് തന്നെ അത് ആ സർട്ടിഫിക്കേഷൻസിലേക്ക് പോകാൻ തന്നെ കാരണം ഞങ്ങൾ ലൈക്ക് ഐ സൈഡ് വി ക്രിയേറ്റ് ഫ്യൂച്ചർ മാനേജേഴ്സ്. സോ ഈ ഫ്യൂച്ചർ മാനേജേഴ്സ് എന്ന് പറയുമ്പോൾ അത് കേരളത്തിലോ ഇന്ത്യയിലോ മാത്രം ഒതുങ്ങി നിൽക്കണമെന്നില്ല. അവർക്ക് ലോകത്തിൽ എവിടെ വേണമെങ്കിലും പോയി വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു ട്രെയിനിങ് ആണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇഫ് യു വാണ്ട് ടു വർക്ക് വിത്ത് എ കോർപ്പറേറ്റ്, അല്ലെങ്കിൽ ഒരു MNC, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് ഒരു കമ്പനിയിലേക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് വാലിഡ് സർട്ടിഫിക്കേഷൻസ്. ബിക്കോസ് അതാണ് അവർ ആദ്യം നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് ഞങ്ങൾക്ക് വി ഗോട്ട് മോർ ദാൻ 20 ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ്. ആ സർട്ടിഫിക്കേഷൻസിൽ അവർ ഡിമാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും 1 year തന്നെയാണ്. സോ പ്രൈമർലി വി ഫോക്കസ് ഓൺ 1 year. ദെൻ ചിലർക്ക് അതിനുള്ള സമയം ഉണ്ടാവില്ല, ചിലർക്ക് അതിനുള്ള ബഡ്ജറ്റ് ഉണ്ടാവില്ല. സോ ഇൻ സച്ച് കേസസ് വി ക്യാൻ ഗിവ് ദം 6 months പ്രോഗ്രാംസ് ഓൾസോ. സോ ഇതിൽ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് യു ആർ ഇൻവെസ്റ്റിംഗ്, യു ആർ ഡെപ്പോസിറ്റിംഗ് മണി ഇൻ യുവർ ബാങ്ക് അക്കൗണ്ട്. ഇഫ് യു ഇൻവെസ്റ്റ് 5 lakhs യു വിൽ ഗെറ്റ് റിട്ടേൺ ബേസ്ഡ് ഓൺ ദാറ്റ്. അതിൻ്റെ ഇൻട്രസ്റ്റ് ആയിരിക്കും കിട്ടുക. നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ട്, നിങ്ങൾ 10 lakhs ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 year ശേഷം കിട്ടുമ്പോൾ ഇൻട്രസ്റ്റ് അതനുസരിച്ച് കൂടുതലായിരിക്കും. അപ്പോൾ 6 monthsനേക്കാളും എപ്പോഴും പ്ലേസ്മെൻറ്റ് കിട്ടാൻ എളുപ്പവും, അതുപോലെ പാക്കേജ് കൂടുതലും, ഫ്യൂച്ചറിൽ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ളത് എപ്പോഴും 1 year പ്രോഗ്രാംസിലായിരിക്കും. സോ ഈ 1 year അങ്ങനെ 6 months 1 year 2 സെഗ്മെൻറ്റ്. ദെൻ ഇത് കൂടാതെ ഞങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ട്. സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് ഞങ്ങൾ കൂടുതലും പ്രൊവൈഡ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ്, SAP പോലുള്ള ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുടെയാണ്. അത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇതിനെക്കുറിച്ച് പലതിനെക്കുറിച്ചും ധാരണയുള്ളവർക്ക് ആ സർട്ടൺ കമ്പനീസ് ഈ സർട്ടിഫിക്കേഷൻസ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ അവരുടെ ജോബിന് അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ടാവും. സോ ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളതിൻ്റെ ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് പല ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻസിൻ്റെയും. സോ അതിന് വേണ്ടിയിട്ട് ദോസ് ഹു കം ടു അസ് വി പ്രൊവൈഡ് ദം. ആ സർട്ടിഫിക്കേഷൻ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റീസെൻ്റായിട്ട് ഞങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അത് എല്ലാവരും ചെയ്യുന്ന പോലെയല്ല. വി ആർ കേറ്ററിംഗ് ഇറ്റ് ഡിഫറെൻ്റ്ലി. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് വേണ്ട മാനേജേഴ്സ് എന്ന് പറയുമ്പോൾ അത് അവരുടെ ടോട്ടൽ ഓപ്പറേഷൻസ് ആവാം, അതിലുപരിയായിട്ട് മാർക്കറ്റിംഗ് മാനേജേഴ്സിനെ. ബിക്കോസ് മുൻകാലങ്ങളിൽ അഡ്വർടൈസിങ് കമ്പനികൾ എന്താണോ ചെയ്തിരുന്നത് ആ സെയിം ആക്ടിവിറ്റിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനികൾ ഇന്നത്തെ കാലത്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ദേ സപ്പോസ് ടു ഡു ദാറ്റ്. പക്ഷേ പലപ്പോഴും ഇവരിതിൽ പരാജയപ്പെടുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് അഡ്വർടൈസിങ് കമ്പനികളിൽ വർക്ക് ചെയ്തിരുന്ന ആളുകൾ അവർ മാർക്കറ്റിംഗ് പഠിച്ചിട്ട് അല്ലെങ്കിൽ സെയിൽസ് പഠിച്ചിട്ട് ആയിരുന്നു അഡ്വർടൈസിങ് കമ്പനികളിൽ വർക്ക് ചെയ്തിരുന്നത്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഡിസൈനേഴ്സ്. അവരെ മാനേജ് ചെയ്തിരുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. വേറെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് യുഗത്തിലേക്ക് വന്നപ്പോൾ 2 months അല്ലെങ്കിൽ 3 months 6 months ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചതിന് ശേഷം ആളുകൾ ജോയിൻ ചെയ്യുകയാണ്. അവർ ആ ഡിവൈസുകൾ ഉപയോഗിക്കാൻ പഠിക്കുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ മെറ്റ ഉപയോഗിക്കാനും ഗൂഗിൾ ഉപയോഗിക്കാനും അവർ പഠിക്കുന്നുണ്ട്, അത് ഉപയോഗിച്ച് അഡ്വർടൈസ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെ ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെ ഒരു പ്രോഡക്റ്റിനെ ഡിസൈൻ ചെയ്യണം, ഒരു പ്രോഡക്റ്റിനെ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കണം, എങ്ങനെ സെല്ല് ചെയ്യണം, മാർക്കറ്റ് ചെയ്യണം, അതിനെക്കുറിച്ച് ആളുകൾക്ക് ധാരണ ഇല്ല. എല്ലാവർക്കും ഇല്ലെന്നല്ല പറയുന്നത്, ഏറെ വന്ന ഒരു 5% കാണും, ബാക്കി 95%നും അതിനെക്കുറിച്ച് ധാരണയില്ല. പക്ഷേ ആ ധാരണ ഇല്ലാതെ യു കനോട്ട് സെൽ എ പ്രോഡക്റ്റ്. ആ ഒരു പ്രോബ്ലം ഞങ്ങൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രോഗ്രാം 1 year പ്രോഗ്രാമാണ്. അതിൽ നോർമൽ കൊടുക്കുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടാതെ മാർക്കറ്റിങ്ങിലും സെയിൽസിലും അതുപോലെയുള്ള മറ്റു മാനേജ്മെൻറ്റ് ഏരിയാസിലും കൂടെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും ഞങ്ങളുടെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. സോ ദാറ്റ് വെൻ ദേ ജോയിൻ എ കമ്പനി അവർക്ക് ആ കമ്പനിയിൽ ഉടനെ അധികം ഡിലേ ഇല്ലാതെ തന്നെ
ഹയർ പൊസിഷൻസിലേക്ക് എത്താനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. ദേ ക്യാൻ ലീഡ് ദ കമ്പനി. ഇതിലെല്ലാം ഉപരിയായിട്ട് ഇൻ കേസ് നാളെ അവർക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ പ്രിപ്പറേഷൻസുമായിട്ടായിരിക്കും ഞങ്ങൾ ആളുകളെ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഞങ്ങൾ അവരെ ഇൻഡസ്ട്രിയിൽ റെഡിയാക്കി മാറ്റുക. സോ ഇതാണ് ഞങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അസൈൻമെൻറ്റ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി. നമുക്ക് ഒരുപാട് കരിയർ ഗൈഡൻസ് സ്ഥാപനങ്ങളുണ്ട്. ഇതുപോലെ നമ്മളെ ഒരു കരിയറിലേക്ക് നയിക്കാൻ എന്താ പറയുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. വാട്ട് ഈസ് എൻബ്രിഡ്ജിൻ്റെ USP അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ പെക്യുലാരിറ്റി? വൈ എൻബ്രിഡ്ജ് എന്ന് ചോദിച്ചാൽ എന്താ പറയുക? വൈ എൻബ്രിഡ്ജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻബ്രിഡ്ജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, താങ്കളിപ്പോൾ പറഞ്ഞു ഇൻഡസ്ട്രിയിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ തുടങ്ങിയത് കുറച്ച് സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയ സ്ഥാപനങ്ങളാണ്. അത് ഒന്നെങ്കിൽ ആ സ്ഥാപനങ്ങളുടെ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ളവർ, അവർക്ക് ആ ഇൻഡസ്ട്രിയിൽ നോളജ് ഉണ്ട്, ആ നോളജ് വെച്ചിട്ട് അവർ അടുത്ത ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ന് തുടങ്ങി. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്ന് തോന്നിയപ്പോൾ, ഇത് സ്കോപ്പുള്ള ഒരു ഇൻഡസ്ട്രിയാണ്, ഇതിൽ നിന്ന് വരുമാനം വരുമെന്ന് തോന്നിയപ്പോൾ അവർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആയിരിക്കാം. ഇത് രണ്ടുമാണ് പൊതുവെ കാണാറുള്ളത്. വേറെ എൻബ്രിഡ്ജ് ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് തുടങ്ങിയ സ്ഥാപനമല്ല. എൻബ്രിഡ്ജിൻ്റെ ക്ലയൻസ് എന്ന് പറയുന്നത് കമ്പനീസ് ആയിരുന്നു. ഞങ്ങൾക്കിപ്പോൾ നിലവിൽ 400-ൽ പരം 400+ ക്ലയൻസ് ഉണ്ട് അക്രോസ് ഇന്ത്യ. അത് വിവിധങ്ങളായ സെഗ്മെൻറ്റുകളിൽ. സോ ഈ ക്ലയൻസിന് റിക്വയർമെൻറ്റ്സ് വരുമ്പോൾ, അവർക്ക് ഞാൻ പറഞ്ഞ പോലെ ഫ്രഷേഴ്സിനെ ആവശ്യം വരുമ്പോൾ, ആ ഫ്രഷേഴ്സിനെ പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു നഴ്സറി ആയിട്ടാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഞങ്ങളുടെ ഫോക്കസ് അന്നും ഇന്നും കമ്പനീസിലാണ്. കമ്പനീസിൻ്റെ ആവശ്യങ്ങളനുസരിച്ച് ഞങ്ങളുടെ സിലബസ് അല്ലെങ്കിൽ കരിക്കുലം എന്ന് പറയുന്നത് ഒരിക്കലും ഞങ്ങൾക്ക് തോന്നുന്ന സിലബസോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സർട്ടിഫിക്കേഷൻ പ്രൊവൈഡർ പറയുന്നതോ അല്ല. അവർ പറയുന്നത് ഞങ്ങൾ കേൾക്കും, അതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്യും. ബട്ട് വി ലിസൺ ടു അവർ കമ്പനീസ്, ആർ ക്ലയൻസ്. അവർ എന്താണോ പറയുന്നത്, അവർക്ക് എന്താണോ റിക്വയർമെൻറ്റ്, അതിനനുസരിച്ചുള്ള ചേഞ്ചസ് ഞങ്ങളുടെ ട്രെയിനിങ്ങിൽ ഞങ്ങൾ ഇൻകോപ്പറേറ്റ് ചെയ്യും. സോ ദാറ്റ് ആഫ്റ്റർ 6 months or 1 year വെൻ ദേ ഗോ ഫോർ ആൻ ഇൻ്റർവ്യൂ, ആ കമ്പനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കും ഞങ്ങളുടെ ട്രെയിനീസ് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ USP എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷോർട്ടായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, കമ്പനീസിന് ആവശ്യമായ രീതിയിൽ അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് ആവശ്യമായ രീതിയിൽ ട്രെയിനീസിനെ റെഡിയാക്കി എടുത്ത് അവർക്ക് കമ്പനീസിന് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതും, ഞങ്ങളുടെ ട്രെയിനീസിന് ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. കേരളത്തിൽ ആദ്യമായിട്ട് ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ്, വൊക്കേഷണൽ ട്രെയിനിങ്ങിൽ ആദ്യമായി ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എൻബ്രിഡ്ജാണ്. ഇന്നും കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് അല്ലെങ്കിൽ വെറൈറ്റി ഓഫ് സർട്ടിഫിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അത് ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതും എൻബ്രിഡ്ജ് തന്നെയാണ്. സോ ആ ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ട്രെയിനീസിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നില്ല. കേരളത്തിന് പുറത്തേക്കും ഇന്ത്യക്ക് പുറത്തേക്കും ഗൾഫ് കൺട്രീസിലും യൂറോപ്യൻ കൺട്രീസിലും ഒക്കെ ഞങ്ങളുടെ ട്രെയിനീസ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഇൻ്റർനാഷണൽ എക്സ്പോഷറും അതുപോലെ ഞങ്ങളുടെ ക്ലയൻസിന് വേണ്ടിയിട്ട് കാൻഡിഡേറ്റ്സിനെ റെഡിയാക്കി എടുക്കുന്നതും, ഇത് രണ്ടുമാണ് എൻബ്രിഡ്ജിൻ്റെ USPs എന്ന് പറയുന്നത്. മനസ്സിലായി. പിന്നെ എൻബ്രിഡ്ജ് നമ്മൾ കൂടുതലും ഒരു കരിയർ ഗൈഡൻസ് സ്ഥാപനം എന്നുള്ളതിനെക്കാട്ടിലും ഒരു മെന്റർ ബ്രാൻഡ് എന്നാണ് പറയുന്നത്. വൈ ഡു യു കോൾ യുവർ സെൽഫ് എ മെന്റർ ബ്രാൻഡ്? ഞങ്ങൾ എൻബ്രിഡ്ജ് സ്വയം മെൻറ്റർ ബ്രാൻഡ് എന്ന് വിളിച്ചു തുടങ്ങിയതല്ല. അത് ആക്ച്വലി ഞങ്ങളുടെ ക്ലയൻസിൻ്റെ അടുത്തു നിന്നാണ് ഞങ്ങൾ ഫസ്റ്റ് ടൈം അത് കേട്ടു തുടങ്ങിയത്. ദെൻ ഞങ്ങളത് ടേക്കപ്പ് ചെയ്തു. മെൻറ്റർ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ, ആസ് യു നോ, മെൻറ്റർ ആൻഡ് ബ്രാൻഡിങ് രണ്ട് ടേമാണ്. മെൻറ്ററിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെൻറ്ററിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ബ്രാൻഡ് എന്ന നിലയിലാണ് ഫസ്റ്റ് ടൈം മെൻറ്റർ ബ്രാൻഡ് എന്നുള്ള ഒരു ടേം ഞങ്ങൾ കേൾക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അത് ഞങ്ങളുടെ ക്ലയൻസ് ആരോ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. അവരങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല എന്നുള്ളത്, വെറും ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. താങ്കൾക്കറിയാം, ഒരാളുടെ ലൈഫിൽ ഒരു മെൻറ്റർ എന്ന് പറയുന്നത്, എസ്പെഷ്യലി ഒരു പ്രൊഫഷണലിൽ മെൻറ്റർ ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. നല്ലൊരു മെൻറ്റർ ഉണ്ടെങ്കിൽ നമ്മളുടെ കരിയർ, അതിപ്പോൾ ഏത് പ്രൊഫഷൻ എടുത്താലും, വെദർ യു ആർ ആൻ അഡ്വക്കേറ്റ് ഓർ എ ജേർണലിസ്റ്റ് ഓർ വിച്ച് എവർ പ്രൊഫഷൻ, നിങ്ങൾക്ക് നല്ലൊരു മെൻറ്റർ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ആ മെൻറ്ററാണ് നമ്മളുടെ കരിയർ ഷേപ്പ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ഒരു മെൻറ്ററെ കിട്ടുക എന്നുള്ളത് എല്ലാവർക്കും അങ്ങനെ ഒരു ഭാഗ്യം ലഭിക്കാറില്ല. ഓഫ് കോഴ്സ് എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ ലൈഫിൽ ക്വാളിറ്റി ഉള്ള മെൻറ്റേഴ്സിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളത് ഞാൻ നന്നായിട്ട് അറിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും കിട്ടാത്ത ആ ഒരു ഭാഗ്യം നമ്മളുടെ ട്രെയിനീസിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി ഞങ്ങൾ ഇനിഷ്യലി ചിന്തിച്ചിരുന്നത്. ആ സമയത്ത് മെൻറ്റർ എന്നുള്ള ടേം ഒന്നും എക്സാക്ട്ലി മനസ്സിലേക്ക് വന്നിരുന്നില്ല. മറിച്ച് ഇവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും, അതായത് അവരുടെ
പ്രൊഫഷണലി ഉള്ള ഗ്രൂമിങ് മാത്രമല്ല, ചിലർക്ക് പേഴ്സണലി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കോൺഫിഡൻസിൻ്റെ പ്രശ്നം ഉണ്ടാവാതിരിക്കാം, സ്റ്റേജ് ഫിയർ, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവാം. സോ ഇവർക്കുള്ള പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഒരു സുഹൃത്തിനെ പോലെ അവരുടെ തോളത്ത് കൈയിട്ട് അവരുടെ ഒപ്പം നടന്ന് അല്ലെങ്കിൽ അവരുടെ ഒപ്പം ഇരുന്ന് സംസാരിച്ച് അത് പരിഹരിക്കുകയാണ് ഞങ്ങൾ ബേസിക്കലി ചെയ്യുന്നത്. സോ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് ഞങ്ങൾ എപ്പോഴും അവിടെ എൻഷുർ ചെയ്യാറുണ്ട്. സോ പേഴ്സണലിയും പ്രൊഫഷണലിയും അവർക്ക് ആ ഒരു ചേഞ്ച് കിട്ടുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഞങ്ങളൊരു മെൻറ്ററെ പോലെ ബിഹേവ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ആളുകൾക്ക് ഞങ്ങൾ മെൻറ്റേഴ്സാണ് എന്നുള്ള ഒരു ഫീലിംഗ് ഇനിഷ്യലി ഉണ്ടായത്. സോ അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ ഗ്രാജുവലി ഞങ്ങളുടെ കാൻഡിഡേറ്റ്സിൻ്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ ട്രെയിനേഴ്സിൻ്റെ അടുത്തുനിന്നും അതുപോലെ എംപ്ലോയീസിൻ്റെ അടുത്തുനിന്നും ഒക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ കേട്ടു തുടങ്ങി, യു ആർ ഗിവിങ് ഗുഡ് മെൻറ്ററിങ് എന്നുള്ളത് കേട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഗ്രാജുവലി വി ഫോൾ ഇൻ ലവ് വിത്ത് ദാറ്റ് ടേം. സോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അത്രയും ഭംഗിയായി ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാൻ വേറൊരു ടേം ഇല്ല അല്ലേ? എക്സാക്ട്ലി, ഞങ്ങൾ അതാണ് അതിൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത്. ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെ ഒറ്റ വാക്കിൽ ഡിഫൈൻ ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെൻറ്റർഷിപ്പ്, വി ആർ ദ മെൻറ്റേഴ്സ് എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് ലൈക്ക് യു സെഡ് അത് ഏറ്റവും ഞങ്ങൾക്ക് ഫിറ്റ് ആവുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. അവിടെ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ക്രൈറ്റീരിയ എന്താണ്? ഹു ഓൾ ക്യാൻ കം ടു യു? എനിവൺ ബിക്കോസ് ദർ ഇസ് നോ ഏജ് ലിമിറ്റ്. ഹൂവർ ലൈഫിൽ പ്രൊഫഷണലി സക്സസ്ഫുൾ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അവർക്ക് പ്രത്യേകിച്ച് ഒരു ഡയറക്ഷൻസ് നിലവിൽ ഇല്ല, അല്ലെങ്കിൽ ഒരു എയിമും ഇല്ല, അല്ലെങ്കിൽ കറക്റ്റ് എവിടെ പോയി കഴിഞ്ഞാൽ ഒരു ഗൈഡൻസ് കിട്ടും, അതുപോലെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എവിടെ നിന്ന് കിട്ടും എന്ന് ചിന്തിക്കുന്ന ഏതൊരാൾക്കും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മുതൽ ഞങ്ങളുടെ അടുത്ത് പ്രോഗ്രാംസ് ഉണ്ട്. ഗ്രാജുവേഷൻ ഉള്ളവർ, ദെൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർ എല്ലാം. ദെൻ കരിയറിലെ ഗ്യാപ്പ് വന്നിരിക്കുന്നവർ, ഏജ് ലൈക്ക് ഐ സെഡ് ദർ ഇസ് നോ ഏജ് ലിമിറ്റ്. 40, 45. ഞങ്ങളുടെ ഏറ്റവും സീനിയർ ട്രെയിനിക്ക് 68 ഇയേഴ്സ് ഏജ് ഉണ്ട്. ഓ മാൻ, ഈസ് എ റിട്ടയർഡ് ആർമി പേഴ്സൺ. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു കരിയർ നേടാനായിരുന്നില്ല ഞങ്ങളുടെ അടുത്ത് വന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഞങ്ങളെക്കുറിച്ച് അറിഞ്ഞു, ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാംസും കാര്യങ്ങളും കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ഏജിലൊരു റിഫ്രഷ്മെൻറ്റ് വേണമെന്ന് തോന്നി. അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് കോൺടാക്ട് ചെയ്തു സാധിക്കുന്നുള്ളൂ. ആൻഡ് വി വെർ ഓൾസോ എക്സൈറ്റഡ് ആ ഒരു ഏജിലുള്ള ഒരാളെ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ വി വെൽക്കം ടീം. അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ടെക്നോളജി, കാരണം ട്രെയിനിങ് എല്ലാം പോകുന്നത് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണല്ലോ. സോ അതെങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് സംശയങ്ങളുണ്ടായിരുന്നു. ബട്ട് ഹി വാസ് ഗുഡ്. കമ്പ്യൂട്ടറിൽ അദ്ദേഹത്തിന് ധാരണ കുറവുണ്ടായിരുന്നു, ബട്ട് ഹി വാസ് എ കീൻ ലേണർ. അപ്പോൾ ഇറ്റ് വാസ് ഫൺ അദ്ദേഹത്തെ ട്രെയിൻ ചെയ്യുക എന്നുള്ളത്. നത്തിങ് ലൈക്ക് ഐ സെഡ്, അദ്ദേഹത്തിന് കരിയറിന് വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ ലേറ്റസ്റ്റ് കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ IT സംബന്ധമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇൻസ്റ്റാന്നും ലിങ്ക്ഡിന്നും അതുപോലുള്ള ടേംസും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതെന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മെയിലുണ്ടായിരുന്നത്. സോ അദ്ദേഹത്തിന് ഹി വാസ് ഷൈ. മറ്റെവിടെയെങ്കിലും പോയിട്ട് ആ ട്രെയിനിങ് എടുക്കാൻ അദ്ദേഹത്തിന് ഇനിഷ്യലി ഒരു ഹെസിറ്റേഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഞങ്ങളുടെ കേസിൽ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ പേഴ്സണലി ഒരു കെയർ കൊടുക്കും എന്നുള്ളത് മനസ്സിലാക്കിയപ്പോഴാണ് ഹി അപ്രോച്ച്ഡ് അസ്. ആക്ച്വലി അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് വന്നത് മറ്റൊരാൾ ഒരു യങ്സ്റ്ററിന് വേണ്ടിയിട്ട് എൻക്വയറിക്ക് വന്നതാണ്. അപ്പോൾ അത് കേട്ട് യങ്സ്റ്റർ അവിടെ ഓൾറെഡി ജോയിൻ ചെയ്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഞങ്ങളെ അപ്രോച്ച് ചെയ്ത്. സോ 40-45 ഏജ് ഗ്രൂപ്പായിട്ടുള്ള വീട്ടമ്മമാർ ഞങ്ങളുടെ അടുത്ത് ട്രെയിനിങ് എടുക്കാറുണ്ട്. ബിക്കോസ് ആ ഒരു ഏജിലായിരിക്കും ചിലപ്പം മക്കളൊക്കെ ഒന്ന് സെറ്റിലായി തുടങ്ങി, അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിനൊക്കെ എന്തെങ്കിലും വേണം എന്ന് തോന്നിയിട്ട് അവരൊക്കെ പക്ഷേ അപ്രോച്ച് ചെയ്യുന്നത് ജോബിന് വേണ്ടിയിട്ടാണ്. സോ അവരുടെ കേസിലും വി ഗേവ് ദം കൺസിഡറേഷൻ. ഐ മീൻ വി ടേക്ക് കെയർ ഓഫ് ദം ആൻഡ് വി മേക്ക് ഷുവർ ദാറ്റ് അവർ പാഷനേറ്റ് ആണെങ്കിൽ അവരും ജോബിൽ കയറുന്നുണ്ടെന്നുള്ളത് ഞങ്ങൾ ഏത് പ്രായത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഒരു കരിയർ ബിൽഡ് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് മാനേജ്മെന്റ് ഫീൽഡിൽ, ഏതെങ്കിലും കരിയർ അല്ല, മാനേജ്മെന്റ് ഫീൽഡിൽ ഇഫ് യു വാണ്ട് ടു ബിക്കം എ ലീഡർ, ഇഫ് യു വാണ്ട് ടു ലീഡ് ടുമോറോ, എൻറിച്ച് ഈസ് ദ പ്ലേസ്. കം ടു us അല്ലേ? ഓക്കെ. അങ്ങനെ ഈ പറഞ്ഞതുപോലെ മാനേജ്മെന്റ് ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് ഏറ്റവും നല്ല മെന്റേഴ്സിനെ തന്നെ നിങ്ങളിലൂടെ കിട്ടട്ടെ. ആൻഡ് ഭാവിയിലേക്ക് ഒരുപാട് മെന്റേഴ്സിനെ ഉണ്ടാക്കാനും പറ്റട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.